കണ്ടുപിടിക്കുക എന്നുള്ളതാണ് മെയിനായിട്ട് ചെയ്യേണ്ടത്. അത് സംരക്ഷിക്കാനുള്ള കഴിവ് ഇവിടുത്തെ ഗവൺമെൻറ്റും ജനങ്ങൾക്കും വേണം. അതിന് അന്വേഷണം വേണം. അന്വേഷണം വേണമല്ല, ജനങ്ങളെ സ്വത്തുക്കളല്ലേ, ഒരു അന്വേഷണം വേണം. 16 അടി മലയാണ്, 1 കിലോ മലയുടെ ചരപ്പുളിയ മല പപ്പനാട് കത്തിക്കിടക്കണ മലയും മറ്റുള്ള എല്ലാ നമുക്ക് ഏതാണ്ട് അറിയാത്തൊക്കെ വിശേഷങ്ങളേ ഉള്ളൂ. കള്ളന്മാരകത്തിരിക്കാൻ പിന്നെ എന്തിനു പറയാം, അവർക്ക് എടുക്കാം, നമുക്കെടുക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അകത്തിരിക്കുന്നവർക്ക് വേണമെങ്കിൽ എന്തുവേണം ചെയ്യാം. അയ്യപ്പൻ്റെ മുതലേ കട്ടെടുത്തത് കൊണ്ടാണ് അവരിപ്പോൾ തോറ്റ് തുന്നം പാടിയത്. അതുപോലൊരു സംഭവം ഭഗവാൻ തന്നെ കൊടുത്തോളൂ. ഇത്തരത്തിലെ അമൂല്യ വസ്തുക്കൾ മോഷ്ടിക്കപ്പെടുന്നതായിട്ട് ഒരു പോലീസ് റിപ്പോർട്ട് വന്നിട്ടുണ്ട്. ഇതിനെപ്പറ്റി എന്താണ് പറയാനുള്ളത്? ശരിക്കും അതിനെപ്പറ്റി കൂടുതലായിട്ടും നമ്മൾ അന്വേഷണം നടത്തിയിട്ട് അത് ശരിയോ തെറ്റോ എന്നുള്ളത് കണ്ടുപിടിക്കണം. കാരണം ഇതിൻ്റെ രേഖകളിൽ ഇതിൻ്റെ കൃത്യമായിട്ടുള്ളൊരു രൂപങ്ങളുണ്ടാവും. അപ്പോൾ അത് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് മെയിനായിട്ട് ചെയ്യേണ്ടത്. അത് സംരക്ഷിക്കാനുള്ള കഴിവ് ഇവിടുത്തെ ഗവൺമെൻറ്റും ജനങ്ങൾക്കും വേണം. ഇതിനെപ്പറ്റി പറയാൻ കള്ളന്മാരല്ലേ കൊണ്ടുപോകണത്, അല്ലാതെ ഇത് തൊഴമണ്ണ ഭക്തരല്ലല്ലോ കൊണ്ടുപോകണത്. ഇത് കൊണ്ടുപോകണതിനകത്തുള്ള ആളുകളല്ലേ, അല്ലാതെ വരണ ഭക്തരൊരിക്കലും ഇത് കൊണ്ടുപോകില്ല. ഭഗവാന്റെ മുതൽ ഇത്രയും നാൾ ഭഗവാൻ സൂക്ഷിക്കുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഭഗവാനെ കൂടെ കടത്തി വെട്ടി കൊണ്ടുപോകണം എന്നാണ് പറയപ്പെടുന്നത്. ഞാൻ കണ്ടില്ല, നമുക്കറിയില്ല. ഇതിൻ്റെ എന്താണുള്ള സത്യാവസ്ഥ നോക്കി മനസ്സിലാക്കി അതിൻ്റെ രീതിയിൽ ചെയ്യുക. അതിന് അന്വേഷണം വേണം. അന്വേഷണം വേണമല്ല, ജനങ്ങളെ സ്വത്തുക്കളല്ലേ, ഒരു അന്വേഷണം വേണം. അത് മാല മോഷണം പോയി, അത് ഞങ്ങൾക്ക് അറിഞ്ഞാൽ ഭയങ്കര പ്രയാസമാണ്. ഇതുവരെയ്ക്കും ഇല്ലാതെ വെള്ളി ആഭരണം കൊണ്ട് രത്നമാണ്. അങ്ങനെ ചെയ്ത് വളരെ തെറ്റാണ്. ശബരിമല അയ്യപ്പനെ മുടച്ചതുപോലെ പിണറായി ചെയ്തതുപോലെ ഇത് വളരെ മോശമായ ഇതാണ്. അതിന് അനുഭവം പെട്ടെന്ന് കാണണം. ഞങ്ങൾക്ക് കണ്ടേ ഒക്കെ ഉള്ളൂ. ജനങ്ങൾ 50,000 ആളത്തോളം രാവിലെ പപ്പരവനെ തൊഴാൻ വരുന്ന സ്ഥലമാണ്. വൈഡൂര്യമാണ്. വൈഡൂര്യം കോടിക്കണക്കിന് വിലയുള്ള സാധനമാണ്. തമ്പുരാട്ടിയുടെ വകയാണ് ഇതെല്ലാം. അതുകൊണ്ട് ഇത് അന്വേഷണം ചെയ്ത് മേൽനോട്ടം ചെയ്ത് കിട്ടിയേ ഒക്കെ ഉള്ളൂ. 16 അടി മലയാണ്, 1 കിലോ മലയുടെ ചരപ്പുളിയ മല പപ്പനാട് കത്തിക്കിടക്കണ മലയും മറ്റുള്ള എല്ലാ നമുക്ക് ഏതാണ്ട് അറിയാത്തൊക്കെ വിശേഷങ്ങളേ ഉള്ളൂ. അത് ഇവിടെയുള്ള ജീവനക്കാരെ അറിയാതെ പോകത്തില്ലല്ലോ. എന്തായാലും ഇവിടെയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആരെങ്കിലും ആവും. പക്ഷെ ഇങ്ങനെ തുടർച്ചയായിട്ട് ഇങ്ങനെ വാർത്തകൾ വരുന്നുണ്ട്. ശബരിമല കേൾക്കാം, ഇപ്പൊ ഈ ഒരു വാർത്ത വരുന്നു. ഇതിനെയൊക്കെ എങ്ങനെയാണ് എന്തോ പറയാ, ജീവനക്കാരുടെ അനാസ്ഥ അത്രേ പറയാൻ പറ്റുള്ളൂ. ഒന്നും പറയാനില്ല. എന്താണ് കാരണം വെച്ചാൽ പത്രവാർത്ത വന്നല്ലേ ഉള്ളൂ, അതിനകത്ത് പ്രത്യേകിച്ചില്ലെന്നല്ലേ അവർ പറയുന്നത്. അപ്പോൾ അതിൽ പറയാനേ ഉള്ളൂ. കാരണം നമുക്കായിട്ടൊന്നും പറയാനില്ലല്ലോ. അവർക്കറിയാത്ത കാര്യം നമുക്ക് എങ്ങനെ അറിയാൻ കഴിയും? പോലീസ് റിപ്പോർട്ട് വന്നെങ്കിൽ ചിലപ്പോൾ ശരിയായിരിക്കും. അങ്ങനല്ലേ, പോലീസിന് റിപ്പോർട്ട് കിട്ടിയതെങ്കിൽ അത് ശരിയായിരിക്കും കൃത്യമായിട്ട്. മൊത്തത്തിൽ ഇത് രാഷ്ട്രീയത്തിൻ്റെ കളിയാണ് മൊത്തം. നമ്മുടെ സാധാരണ രാഷ്ട്രീയക്കാർ തന്നെ അതിൻ്റെ ബാക്കിൽ. കള്ളന്മാരകത്തിരിക്കാൻ പിന്നെ എന്തിനു പറയാം, അവർക്ക് എടുക്കാം, നമുക്കെടുക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അകത്തിരിക്കുന്നവർക്ക് വേണമെങ്കിൽ എന്തുവേണം ചെയ്യാം. നമുക്കറിയാൻ പറ്റുമോ ആരാണ് എടുക്കുന്നത് അറിയാൻ പറ്റുമോ? അതുകൊണ്ട് എന്താ പറയുക, നമ്മൾ മനുഷ്യരായിട്ട് ഇങ്ങനെ ജീവിച്ചു പോകുന്നു, അത്രേ പറയാൻ പറ്റും. അപ്പോൾ നമുക്ക് അത്രയും സ്വാതന്ത്ര്യമായിട്ടൊന്നും പറയാൻ പറ്റില്ലല്ലോ. ആ സ്വാതന്ത്ര്യമുള്ളവർ കണ്ണടച്ചിരിക്കുകയല്ലേ, ഒന്നും ചെയ്യാൻ പറ്റില്ല. ഈ ശബരിമല വിഷയം കഴിഞ്ഞപ്പോൾ പുതിയൊരു വാർത്ത ചെയ്ത് അപ്പോൾ അവർ ഓരോ കള്ളന്മാർ ഒരു സ്ഥലം മോട്ടിച്ചിട്ട് അവിടുന്ന് മതിയാക്കി അടുത്ത് വന്നിട്ട് ഇനി എല്ലാ അമ്പലങ്ങളും ഇതുപോലെ തന്നെ കൊള്ളയടിച്ചുകൊണ്ടിരിക്കും. പൈസ വേണ്ടേ അവർക്ക്? പൈസ നമ്മളെ പോലെ പാവപ്പെട്ടവർ എന്ന് ഇങ്ങനെ തെണ്ടി കൊണ്ട് നടക്കണം, മറ്റുള്ളവർ ഇങ്ങനെ മോട്ടിച്ചും കട്ടൊക്കെ തന്നുകൊണ്ടിരിക്കും. ഇത് ആര് മോഷ്ടിക്കുന്നു എന്നാണ് പറയുന്നത്? അല്ല, ചോദിക്കുന്നത് നിങ്ങളുടെ വിലയിരുത്തലാണ് ചോദിക്കുന്നത്. അല്ല, ഇവിടെ ഒരു ഭരണമുണ്ടല്ലോ, അങ്ങനെ സ്വാഭാവികമായിട്ട് അവിടുത്തെ ഭരണാധികാരികളാണല്ലോ മോഷ്ടിക്കുന്നത്. അങ്ങനെ ഒരവസ്ഥ വരുമ്പോൾ എൻ്റെ വിലയിരുത്തൽ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഭരണാധികാരി ആയിരിക്കും മോഷ്ടിക്കുന്നത്, അല്ലാതെ വേറെ എന്ത് പറയാനാ? ഇടതുപക്ഷം ഭരിക്കുന്ന സമയത്ത് ശബരിമല വിഷയം ഏറ്റവും വലിയ കോളിളക്കം ഉണ്ടാക്കിയതാണ്. ഇപ്പോൾ പുതിയൊരു വാർത്ത വന്നിരിക്കുകയാണ്. അതായത് ഇപ്പം ഇടതുപക്ഷം അല്ലല്ലോ. അല്ല, ആ കാലത്തായിരുന്നു സംഭവം നടന്നതായിട്ടാണ് വന്നിരിക്കുന്നത്. ആണോ? അന്നേരം അവരായിരിക്കും, അവർ തന്നെ മോഷ്ടിച്ചായിരിക്കും. പിന്നെ അല്ലാതാരാ? അല്ലെങ്കിൽ രണ്ടുപേരാ കേരളത്തെ സംബന്ധിച്ച്, ഒന്നുകിൽ ഇടതുപക്ഷം അല്ലെങ്കിൽ BJP. ഇവർ രണ്ടിലും ആരെങ്കിലും ഒരാളായിരിക്കും മോഷ്ടിച്ചത്. മോഷ്ടിക്കപ്പെടുന്നുണ്ടെന്ന് പറയുന്നല്ലേ? തെളിവൊന്നുമില്ലല്ലോ. ഉണ്ടോ? മോഷ്ടിക്കുന്നുണ്ടോ? എനിക്കറിയില്ല അതിനെപ്പറ്റി. പോലീസ് റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. മോഷ്ടിക്കുന്നുണ്ടെന്ന് അന്വേഷിക്കണം, പോലീസ് അന്വേഷിക്കണം. നമ്മൾ അയ്യപ്പൻ്റെ മുതലേ കട്ടെടുത്തത് കൊണ്ടാണ് അവരിപ്പോൾ തോറ്റ് തുന്നം പാടിയത്. അതുപോലൊരു സംഭവം ഭഗവാൻ തന്നെ കൊടുത്തോളൂ. എക്സിക്യൂട്ടീവ് ഓഫീസർ പറയുന്നു അങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല. ഇതിൽ സത്യം ഉണ്ടെന്ന് തോന്നുന്നുണ്ടോ? അത് പേപ്പറിൽ വന്ന് ഇത് നേരത്തെ വന്നതാണ് റിപ്പോർട്ട്. അവർ ഇപ്പോഴാണ് പുറത്ത് വിട്ടത്. അങ്ങനെ വന്നതിന് ശേഷം എക്സിക്യൂട്ടീവ് ഓഫീസർ പ്രസ്താവന വന്നേക്കുന്നതെന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു സംഭവം ഇവിടെ നടന്നിട്ടില്ലെന്നാണ്. കാലാകാലങ്ങളായിട്ട് രാജാക്കന്മാരുടെ കാലം മുതൽ ഇവിടെ അറകളിൽ സൂക്ഷിച്ചിട്ടുള്ളതും അതുപോലെ തന്നെ നിത്യ ആരാധനയ്ക്കുള്ള
അമൂല്യങ്ങളായ രത്നങ്ങളും സ്വർണങ്ങളും ഒക്കെ ഇവിടെ സൂക്ഷിച്ചിട്ടുള്ളതാണ്. പഴയ കാലങ്ങളിൽ കുറേയൊക്കെ ഇതിലൊക്കെ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. നേരത്തെ അന്വേഷണവുമായി ബന്ധപ്പെട്ട് അറകൾ തുറന്ന് പരിശോധിക്കുകയും ചെയ്തിട്ടുള്ളതുമാണ്. അല്ല, ഇത് പഴയ കാലം മുതലേ ഇത് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സംഭവം എന്നാണ് പറയുന്നത്. പൊതുവെ പണ്ടേ ഇതിങ്ങനെ നടക്കാറുണ്ട് എന്നാണ് പറയുന്നത്. നമുക്കറിയില്ല. ഇത്രയും പോലീസ് സംവിധാനങ്ങൾ, ഈ റെസ്ട്രിക്ഷൻസ് എല്ലാം ഉണ്ടായിട്ട് പോലും ഈ മോഷണം പോവുക എന്ന് പറയുന്നത് ഒരു വലിയ ഒരു കുറ്റം തന്നെയാണ്. പലപ്പോഴും ഇന്നാൾ ഈ അടുത്ത കാലത്ത് ഒരു മോഷണം പോയി പിടിച്ചു. ഇത് പോയോ ഇല്ലയോ എന്നുള്ളത് നമുക്കറിയില്ല. പോയി എന്നാണ് പത്രവാർത്തകളും മറ്റ് സോഷ്യൽ മീഡിയയിലൊക്കെ വന്നത്. ഞാൻ പിന്നെ ക്ഷേത്രത്തിലുള്ള ആരോടും ഇന്ന് വരെ ഇതിനെപ്പറ്റി ചോദിച്ചിട്ടില്ല. പിന്നെ മറ്റുള്ള വശങ്ങളെക്കുറിച്ച് എനിക്കറിയില്ല. മോഷണം നടന്നിട്ടായിരിക്കാം പറയുന്നത്, അല്ലാതെ വെറുതെ പറയില്ലല്ലോ. ഇപ്പൊ ശബരിമല ഒരു വിഷയം ഉണ്ടായിരുന്നു. ശബരിമലയും ഉള്ളതാണ്, സത്യമാണ്. ശബരിമല കാര്യം സത്യമാണ് അത് ചെയ്തത്. ഇപ്പോഴാണ് പുതിയ റിപ്പോർട്ട് വന്നിരിക്കുന്നത്. പുതിയ റിപ്പോർട്ട് വന്നിട്ട് ഇനി റിപ്പോർട്ട് മാറും. സർക്കാർ മാറിയല്ലോ, ഇനി റിപ്പോർട്ട് കൂടുതൽ വരാറുണ്ട്. ഭക്തൻ പറയണത് ഭക്തന് വളരെയധികം മനസ്സ് വേദനിക്കുന്ന കാര്യം തന്നെയാണ്. നഷ്ടപ്പെട്ടെന്നുള്ള ന്യൂസ്, ഇതിൻ്റെ ഓതൻറ്റിസിറ്റിയാണ് ഞങ്ങൾ അറിയേണ്ടത്. സത്യസന്ധമായ കാര്യങ്ങളാണ് അറിയേണ്ടത്. അത് ഏത് വഴി പറയും, അതിനെപ്പറ്റി ഇനിയും വ്യക്തതയില്ല. പുതിയ ഭരണമാറ്റം വന്നിട്ടുണ്ട്. അത് ഏത് രീതിയിൽ റിഫ്ലക്റ്റ് ആകുമെന്നുള്ളത് ഭക്തരെ രാഷ്ട്രീയം നോക്കാതെ തന്നെ മനസ്സിലാക്കുമ്പോൾ അനുഭവം കൊണ്ടേ മനസ്സിലാക്കാൻ പറ്റും ഇതെങ്ങനെയാണ് കാര്യങ്ങൾ നീങ്ങുന്നത് എന്നുള്ളത്. കുറച്ചൊക്കെ ശരിയാണ് എൻ്റെ അറിവ്. പത്രവായനയിൽ കൂടി അല്ലാതെ ന്യൂസൊക്കെ കാണുന്നു. കുറച്ചൊക്കെ ഇത് വാസ്തവമാണ്. അല്ലെങ്കിൽ പിന്നെ ഭഗവാന്റെ സാധനങ്ങളൊക്കെ അങ്ങോട്ട് പോയി. കണക്ക് നോക്കുവാണെങ്കിൽ ഇപ്പോൾ ഓരോരുത്തരകത്താകും. 3/4 ഭാഗവും കറക്റ്റാണ് എൻ്റെ ന്യൂസെല്ലാം കണ്ടതിലുള്ള അറിവ്. എനിക്ക് ഒത്തിരി അറിവൊന്നുമില്ല, പക്ഷെ എനിക്കങ്ങനെ തോന്നുന്നത്. അത് ഭയങ്കര ഒരു കഷ്ടമായിട്ടുള്ള കാര്യമല്ലേ. ക്ഷേത്രത്തിൽ കയറി അങ്ങനെ കക്കാൻ പാടുണ്ടോ? അതുകൊണ്ട് നമുക്ക് അതിനെന്തെങ്കിലും ഒരു പരിഹാരം കാണണം എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. പക്ഷെ അങ്ങനെ അത് എനിക്കറിഞ്ഞുകൂടാ. പക്ഷെ ലോകർ പറയുന്നതും പത്രത്തിൽ കാണുന്നതുമെന്നാണ് നമ്മൾ പറഞ്ഞത്. അത് തെറ്റ് തന്നെ. അമ്പലത്തിൽ കയറി അത് ചെയ്യുന്നത് തെറ്റല്ലേ?